അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5-ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 24 വ്യാഴാഴ്ച. ജമ്മു കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ നയതന്ത്ര തലത്തിൽ കടുത്ത നടപടികളുമായി ഇന്ത്യ. സിന്ധു നദീജല കരാർ മരവിപ്പിക്കുകയും അട്ടാരി അതിർത്തി അടയ്ക്കുകയും ചെയ്തു. അതിർത്തി കടന്നവർക്ക് മെയ് 1 മുമ്പ് തിരിച്ചെത്താം. പാകിസ്ഥാൻ പൗരന്മാർക്ക് വിസ നൽകില്ലെന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം. SVES വിസയിൽ ഇന്ത്യയിലുള്ളവർ 48 മണിക്കൂറിനുള്ളിൽ തിരികെ പോകണം. പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ പ്രതിരോധ ഉദ്യോഗസ്ഥരെയും പുറത്താക്കി. ഇവർ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇന്ത്യയിൽ നിന്ന് പിന്മാറണം. ഇന്ത്യയും പാകിസ്ഥാനിലെ പ്രതിരോധ ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിക്കുമെന്നും സെക്രട്ടറി അറിയിച്ചു. പഹൽഗാം ഭീകരാക്രമണം വിലയിരുത്താൻ ഇന്ന് സർവകക്ഷി യോഗം ചേരും. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ സമിതിയുടെ തീരുമാനങ്ങൾ യോഗത്തിൽ വിശദീകരിക്കും. അന്വേഷണ വിവരങ്ങളും ചർച്ച ചെയ്യും. ഭീകരാക്രമണത്തിന് ശേഷമുള്ള സാഹചര്യം വിലയിരുത്താൻ കോൺഗ്രസ് പ്രവർത്തക സമിതിയും ഇന്ന് യോഗം ചേരും. പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ട ഭീകരവാദികളെ സംബന്ധിച്ച് വിവരം നൽകുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ച് അനന്ത്നാഗ് പോലീസ്. ഭീകരരെ കണ്ടെത്തുന്നതിലേക്ക് നയിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള വിവരം നൽകുന്നവർക്ക് 20 ലക്ഷം രൂപയാണ് പാരിതോഷികം നൽകുക. ജമ്മുകാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണം 15 മിനിറ്റ് നീണ്ടുനിന്ന് സ്ഥിരീകരണം. 4 ഭീകരരാണ് ആക്രമണം നടത്തിയത്. ഇവരിൽ 2 പേർ കാശ്മീരികളും 2 പേർ പാകിസ്ഥാനിലെ പക്തൂൺ വംശജരുമാണ്. ഭീകരർ ക്യാമറയുമായാണ് വന്നതെന്നും സ്റ്റീൽ ബുള്ളറ്റുകളാണ് ആക്രമണത്തിന് ഉപയോഗിച്ചതെന്നും സ്ഥിരീകരിച്ചു. ഭീകരർ പകർത്തിയ ദൃശ്യങ്ങൾ പ്രചരിക്കാതിരിക്കാൻ മുൻകരുതൽ സ്വീകരിക്കുമെന്ന് ഏജൻസികൾ വ്യക്തമാക്കി. കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട N. രാമചന്ദ്രന്റെ മൃതദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചു. വിമാനത്താവളത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവർ ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങി. ആശുപത്രിയിലേക്ക് മാറ്റിയ മൃതദേഹം നാളെ എടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനത്തിന് വയ്ക്കും. ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകും. നാളെ ഉച്ചയോടെ സംസ്കാരം നടത്തും. പഹൽഗാമിലെ ഭീകരാക്രമണം മാപ്പർഹിക്കാത്ത കുറ്റകൃത്യമെന്ന് സമസ്ത. ഇത്തരം അക്രമങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഭരണകൂടങ്ങൾ നിതാന്ത ജാഗ്രത പുലർത്തണം. മനുഷ്യത്വരഹിതമായ ഇത്തരം ചെയ്തികളിൽ നിന്നും അക്രമികൾ പിന്തിരിയണമെന്നും സമസ്ത അധ്യക്ഷൻ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, ജനറൽ സെക്രട്ടറി പ്രൊഫസർ K. ആലിക്കുട്ടി മുസ്ലിയാർ എന്നിവർ ആവശ്യപ്പെട്ടു. 9 നിലകളിലായി 60,000 ചതുരശ്ര അടിയിൽ ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച CPMന്റെ പുതിയ ആസ്ഥാന മന്ദിരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. നിലവിലെ ആസ്ഥാനമായ തിരുവനന്തപുരത്തെ AKG സെന്ററിന് എതിർവശത്ത് വാങ്ങിയ 32 സെന്റിലാണ് 9 നില കെട്ടിടം. CPM ജനറൽ സെക്രട്ടറി MA ബേബി അടക്കം മുതിർന്ന നേതാക്കൾ, മന്ത്രിമാർ, ഘടകകക്ഷി നേതാക്കൾ എന്നിവരെല്ലാം ഉദ്ഘാടന ചടങ്ങിനെത്തിയിരുന്നു. സംസ്ഥാന കമ്മിറ്റി ഓഫീസ്, വാർത്താ സമ്മേളനത്തിന് പ്രത്യേകം ഹാൾ, സെക്രട്ടേറിയറ്റ് യോഗം ചേരാൻ കോൺഫറൻസ് റൂം, സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കും PB അംഗങ്ങൾക്കും പ്രത്യേകം ഓഫീസ്, താമസ സൗകര്യം, വിസിറ്റേഴ്സ് റൂം, സെല്ലാർ പാർക്കിംഗ് തുടങ്ങിയ സൗകര്യങ്ങളോടെയാണ് ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മിതി. പുതിയ CPM സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം 10ാം മുതലത്തിലാണെന്ന ആരോപണങ്ങൾക്കും വിവാദങ്ങൾക്കും മറുപടി നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാവർക്കും സൗകര്യം ഉള്ള ഒരു സമയം തീരുമാനിക്കുകയാണ് ചെയ്തതെന്ന് പിണറായി വിശദീകരിച്ചു. പഞ്ചാംഗം നോക്കി പ്രത്യേകത കണ്ടുപിടിച്ചാണ് ചിലർ ഉദ്ഘാടന ദിവസം വിവാദമാക്കിയത്. അതൊന്നും യേശുന്ന പാർട്ടിയല്ല CPM എന്ന് പിണറായി പറഞ്ഞു. രാജ്യം ഭീകരാക്രമണത്തിൽ വിറങ്ങലിച്ചു നിൽക്കവേ തിരുവനന്തപുരത്ത് CPM ഓഫീസിന്റെ ഉദ്ഘാടനം ആഘോഷപൂർവ്വം നടത്തിയെന്നാരോപിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ലോകം മുഴുവൻ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ദുഃഖമറിയിക്കുമ്പോൾ ഇതുപോലൊരു ഉദ്ഘാടന മാമാങ്കം നടത്താൻ നാണമുണ്ടോ എന്നും CPMന് നല്ല നമസ്കാരമെന്നും രാഹുൽ ഫേസ്ബുക്കിൽ കുറിച്ചു. നിങ്ങൾക്ക് രാജ്യസ്നേഹമോ മനുഷ്യത്വമോ ഇല്ല എന്ന് അറിയാമെന്നും ഒരൽപ്പം ഔചിത്യം പോലും ഇല്ലാതെ പോയല്ലോ എന്നും നിങ്ങൾക്ക് ഈ രാജ്യത്തോടും രാജ്യത്തെ മനുഷ്യരോടും എന്തെങ്കിലും കമ്മിറ്റ്മെന്റ് ഉണ്ടോ കമ്മ്യൂണിസ്റ്റുകാരായെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു.
ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഡോക്ടർ എ ജയതിലകനെ അടുത്ത ചീഫ് സെക്രട്ടറിയായി നിശ്ചയിച്ചു. ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഈ മാസം 30-ന് വിരമിക്കുന്ന മുറയ്ക്ക് ജയതിലക് ചുമതലയേൽക്കും. ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാനും യോഗം തീരുമാനിച്ചിട്ടുണ്ട്. തലശ്ശേരി സ്പിരിച്വൽ നെക്സസ്, വർക്കല, ദക്ഷിണകാശി എന്നീ ടൂറിസം പദ്ധതികൾക്കായി 50 കോടി രൂപ അനുവദിച്ചു. സംസ്ഥാന ടൂറിസം വകുപ്പ് തയ്യാറാക്കിയ വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് പരിശോധിച്ച ശേഷം കേന്ദ്ര ടൂറിസം മന്ത്രാലയമാണ് ഫണ്ട് അനുവദിച്ചത്. പദ്ധതികൾ സമയബന്ധിതമായി നടപ്പിലാക്കുമെന്നും ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. വിഷുക്കാലത്ത് വൻതോതിൽ വിറ്റുപോയ പ്ലാസ്റ്റിക് കണിക്കൊന്നയുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. പരിസ്ഥിതിക്ക് ഗുരുതര പ്രത്യാഘാതങ്ങളുണ്ടാക്കുമെന്ന പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K. ബൈദ്യനാഥാണ് കേസെടുത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡയറക്ടർക്ക് നോട്ടീസ് അയച്ചത്. ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന പ്ലാസ്റ്റിക് കണിക്കൊന്ന കേരളത്തിലെ മാലിന്യ പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമാക്കുമെന്നാണ് പരാതി. തിരുവാതുക്കൽ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി അമിതിനെ കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കി. അന്വേഷണത്തിൽ കേസിലെ പ്രധാന തെളിവായ ഹാർഡ് ഡിസ്ക് വീടിന്റെ പരിസരത്തെ തോട്ടിൽ നിന്നും കണ്ടെത്തി. പ്രതി മൊബൈൽ ഫോൺ ഉപേക്ഷിച്ച അറുതൂട്ടി പാലത്തിന് സമീപത്ത് എത്തിച്ച് നടത്തിയ തെളിവെടുപ്പിനൊടുവിൽ പാലത്തിന് അടിയിലെ തോട്ടിൽ നിന്നും ഒരു മൊബൈൽ ഫോൺ കണ്ടെടുത്തിരുന്നു. ഇന്നലെ ഉച്ചയോടെ കോട്ടയത്തെത്തിച്ചാണ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കൊല്ലപ്പെട്ട വിജയകുമാറിന്റെ പരാതിയിൽ മോഷണത്തിന് അറസ്റ്റിലായതോടെ കാമുകി ഉപേക്ഷിച്ചു പോയ വൈരാഗ്യമാണ് കൊലപാതകത്തിനുള്ള കാരണമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കാലം ചെയ്ത ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ ഫ്രാൻസിസ് മാർപ്പാപ്പയെ അവസാനമായി കാണാൻ വിശ്വാസികളുടെ തിരക്ക്. വിശ്വാസികളുടെ എണ്ണം നിയന്ത്രണാതീതമായതോടെ അർദ്ധരാത്രിക്ക് ശേഷവും പൊതുദർശനം നീട്ടുമെന്ന് വത്തിക്കാൻ അറിയിച്ചു. നാളെ വൈകിട്ട് 10-ന് പൊതുദർശനം പൂർത്തിയാക്കി പേടകം അടയ്ക്കും. ശനിയാഴ്ച ഇന്ത്യൻ സമയം 1:30-ന് ആരംഭിക്കുന്ന സംസ്കാര ശുശ്രൂഷകൾ പൂർത്തിയാക്കി പാപ്പയെ മേരി മേജർ ബസിലിക്കയിലെത്തിച്ച് ലോക നേതാക്കളുടെ സാക്ഷ്യത്തിൽ അടക്കം ചെയ്യും. പഹൽഗാമിലെ ഭീകരാക്രമണത്തെ അപലപിച്ച് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി 30 മണിക്കൂറിലേറെ നീണ്ട മൗനത്തിന് ശേഷമാണ് കാനഡ ഔദ്യോഗികമായി പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ പ്രതികരിക്കാൻ തയ്യാറായത്. ജമ്മുകാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ വിവാദ പ്രതികരണവുമായി റോബർട്ട് വദ്ര. ഹിന്ദുത്വത്തെക്കുറിച്ച് മാത്രം സർക്കാർ സംസാരിക്കുമ്പോൾ ന്യൂനപക്ഷം അരക്ഷിതരാകുന്നുവെന്ന് റോബർട്ട് വദ്ര പറഞ്ഞു. വാർത്താ ഏജൻസിയോടായിരുന്നു വദ്രയുടെ പ്രതികരണം. രാജ്യത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ വേർതിരിവുണ്ടായിട്ടുണ്ട്. മതം തിരിച്ചറിഞ്ഞ് കൊല നടത്തിയതിന്റെ കാരണം മറ്റൊന്നല്ല, പ്രധാനമന്ത്രിക്കുള്ള സന്ദേശമെന്നും വദ്ര പറഞ്ഞു. പഹൽഗാം ആക്രമണത്തെ അപലപിച്ച് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം മേഖലയിലെ സ്ഥിരതയെയും സുരക്ഷയെയും ബാധിക്കുന്ന നടപടി എന്നാണ് ഭീകരാക്രമണത്തെ സംബന്ധിച്ച് താലിബാൻ ഗവൺമെന്റിന്റെ പ്രതികരണം. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങിക്കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ, രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. പഹൽഗാമിലെ ഭീകരാക്രമണത്തെ തുടർന്ന് സർവകക്ഷി യോഗം വിളിച്ച് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള. ഇന്ന് വൈകിട്ട് 3 മണിക്കാണ് യോഗം നടക്കുക. സർവകക്ഷി യോഗത്തിലേക്ക് എല്ലാ പ്രധാനപ്പെട്ട പാർട്ടികൾക്കും ക്ഷണമുണ്ട്. നിലവിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെയും ചീഫ് സെക്രട്ടറിയും ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയും ഉന്നതതല യോഗം ചേരുന്നുണ്ട്. പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഭീകരർക്ക് ചുട്ട മറുപടി നൽകണമെന്നാവശ്യപ്പെട്ട് കാശ്മീർ ജനതയും രാഷ്ട്രീയ പാർട്ടികളും രംഗത്ത്. ഭീകരർക്ക് സഹായം നൽകിയവരെയും തേടിച്ചെന്ന് തിരിച്ചടി നൽകുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. സുരക്ഷാ വീഴ്ചയിലും പരിശോധന വേണമെന്ന് കോൺഗ്രസും CPM-ഉം ആവശ്യപ്പെട്ടു. പൈശാചിക മനസ്സുള്ളവർക്ക് ഇത്തരമൊരു കൃത്യം ചെയ്യാനാകൂ എന്ന് സുപ്രീം കോടതി ആഞ്ഞടിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ കാശ്മീരിൽ വീണ്ടും ഏറ്റുമുട്ടൽ. ദക്ഷിണ കാശ്മീരിലെ കുൽഗാം ജില്ലയിലാണ് ഭീകരരും സൈനികരും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. കൂടുതൽ സൈനികരും CRPF ജവാന്മാരും കാശ്മീർ പോലീസും സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും പരിക്കേറ്റതായി ഇതുവരെ വിവരം ലഭിച്ചിട്ടില്ല. പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച് US വൈസ് പ്രസിഡന്റ് JD വാൻസ്. ബുധനാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ച അദ്ദേഹം പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുകയും അമേരിക്ക ഇന്ത്യയിലെ ജനങ്ങൾക്കൊപ്പം നിലകൊള്ളുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു.
പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിച്ച് കർണാടക സർക്കാർ. കൊല്ലപ്പെട്ട കർണാടക സ്വദേശികളുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപയാണ് ധനസഹായം പ്രഖ്യാപിച്ചത്. കർണാടക സ്വദേശികളായ 2 പേരുടെയും ആന്ധ്ര സ്വദേശിയും ബാംഗ്ലൂരുവിൽ സ്ഥിരതാമസക്കാരനുമായ ഒരാളുടെയും കുടുംബങ്ങൾക്കാണ് ധനസഹായം പ്രഖ്യാപിച്ചത്. പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരെ അടുത്ത 7 ജന്മങ്ങളിൽ പോലും ഇത്തരം പ്രവർത്തികൾ ചെയ്യാൻ കഴിവില്ലാത്ത വിധത്തിലുള്ള ഒരു പാഠം പഠിപ്പിക്കണമെന്നും ഭീകരരോട് ഒരു ദയയും ഉണ്ടാകരുതെന്നും നടൻ അനുപം ഖേർ. കുറ്റവാളികൾക്കെതിരെ സ്വീകരിക്കുന്ന നടപടി എല്ലാവർക്കും ഒരു മാതൃകയാകുന്ന തരത്തിൽ കഠിനമായിരിക്കണമെന്ന് ഉറപ്പാക്കാൻ അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ആഭ്യന്തരമന്ത്രി അമിത്ഷായോടും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ അഭ്യർത്ഥിച്ചു. പാകിസ്ഥാനെ ആക്രമിച്ചാൽ മിണ്ടാതിരിക്കില്ലെന്ന് പാകിസ്ഥാൻ IT മന്ത്രി അസ്മ സയ്യിദ് ബുഖാരി പറഞ്ഞു. അന്ന് അഭിനന്ദൻ വർദ്ധമാനെ ചായ കൊടുത്തു വിട്ടുവെന്നും ഇനി ആക്രമിച്ചാൽ പാക് സൈന്യത്തിന് എങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയാമെന്നും മന്ത്രി പറഞ്ഞു. പാകിസ്ഥാൻ തീവ്രവാദത്തിനെതിരെ നിലകൊള്ളുന്ന രാജ്യമാണെന്നും ആക്രമണം അപലപനീയമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അമേരിക്കയും ചൈനയും തമ്മിലുള്ള തീരുവ പ്രശ്നത്തിന്റെ പേരിൽ ലോകത്ത് സാമ്പത്തിക മാന്ദ്യത്തിനും പണപ്പെരുപ്പത്തിനും സാധ്യത വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ വ്യാപാര പങ്കാളിത്ത രാജ്യങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയ തീരുവ 90 ദിവസത്തേക്ക് മരവിപ്പിച്ചതിന് പിന്നാലെ ചൈനയ്ക്ക് ചുമത്തിയ ഉയർന്ന തീരുവ കുറയ്ക്കുമെന്ന സൂചന നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പക്ഷേ തീരുവ നിരക്ക് 0 അദ്ദേഹം വ്യക്തമാക്കി. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക 145% തീരുവ ചുമത്തിയപ്പോൾ മറുപടി എന്ന നിലയ്ക്ക് ചൈനയും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 125% ഉയർത്തി. ടെസ്ലയുടെ ലാഭത്തിൽ വൻ ഇടിവുണ്ടായതോടെ ട്രംപ് സർക്കാരിലെ പ്രവർത്തനം കാര്യമായി കുറയ്ക്കാൻ തീരുമാനിച്ച് ടെസ്ല മേധാവി ഇലോൺ മസ്ക്. പ്രഖ്യാപനത്തിന് പിന്നാലെ ടെസ്ലയുടെ ഓഹരികളിൽ മുന്നേറ്റമുണ്ടായി. ഇക്കൊല്ലത്തിന്റെ ആദ്യ പാദത്തിൽ കമ്പനിയുടെ ലാഭത്തിൽ 71% കുറവാണ് റിപ്പോർട്ട് ചെയ്തത്. IPLൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 7 വിക്കറ്റിന്റെ ത്രസിപ്പിക്കുന്ന വിജയം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ സൺറൈസേഴ്സിന് നിശ്ചിത ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 143 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ഹൈദരാബാദിന്റെ 4 വിക്കറ്റ് എടുത്ത ട്രെന്റ് ബോൾട്ടാണ് ഹൈദരാബാദിനെ തകർത്തത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ മുംബൈ 15.4 ഓവറിൽ 3 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ലക്ഷ്യത്തിലെത്തി. 46 പന്തിൽ 70 റൺസ് എടുത്ത രോഹിത് ശർമ്മയും 19 പന്തിൽ പുറത്താവാതെ 40 റൺസ് എടുത്ത സൂര്യകുമാർ യാദവും മുംബൈയുടെ വിജയം അനായാസമാക്കി. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.